എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ പുതിയതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്ന് വെച്ചാൽ കേര ചൂര കൊണ്ടുള്ള ഒരു മുളകും പുളിയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് കണ്ടിച്ചെടുക്കാം. നമ്മുടെ കേരച്ചൂര നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കറി വെക്കാനായിട്ട് തുടങ്ങാം. മീൻകറിക്ക് ആവശ്യമുള്ള ചേരുവകൾ 10-15 ചുമന്നുള്ളി, അതുപോലെ 10 വെളുത്തുള്ളി, 3 അല്ലി കുടംപുളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കരിവേപ്പില, 2 പച്ചമുളക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഇരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കാം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് മുമ്പ് എടുത്തു വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർന്നുള്ള പേസ്റ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കും. ഇത് ഇളം ചൂടായിട്ട് ഇളക്കിയില്ലേ ഇതാവും. അല്ലാതെ നമ്മൾ ചൂട് കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കറി ഒന്നും ഉപയോഗിക്കാനായിട്ട് കൊള്ളില്ല. അപ്പോൾ നല്ലതാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടുണ്ടല്ലോ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അരപ്പ് ഒന്ന് നല്ല രീതിയിൽ കുറുകി വരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പേസ്റ്റ് രൂപത്തിലാക്കി കടുവത്തത്. അപ്പോൾ അങ്ങനെ ഇതിന് മൂത്ത് വരുമ്പോൾ ചുമന്ന രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂത്ത് കൊടുക്കണം. അപ്പം ഞാൻ പുളി നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പ് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വന്നുകൊണ്ട് അത് ചൂടായി കൊടുക്കുക. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വന്നു.
ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് വച്ചിരിക്കുന്ന കേരാച്ചൂര ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചൂര, കേരാച്ചൂര ഇട്ട് കൊടുക്കാം. കണ്ട ഒരുവിധം കണ്ട കാണാമല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കറി കുറുകിയിരിക്കുകയാണ്. കുറുകിയിരുന്നാലേ നമുക്ക് ടേസ്റ്റ് വരത്തുള്ളൂ കറിക്ക്. പച്ചവെള്ളം പൊള്ളുന്നത് നമുക്ക് എടുക്കാനോ ചീനിക്ക് ഉപയോഗിക്കാനോ പിന്നെ അതുപോലെ നമുക്ക് ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ കുറുകിയ കറി. അപ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിനകത്ത് ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. എന്നിട്ടൊന്ന് കുറുക്കി വേവട്ടെ. അങ്ങനെ നമ്മളെ കേരാച്ചൂര ഇങ്ങനെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നോക്കിയേ, കറിയുണ്ട നല്ല കുറുകിയിരിക്കുന്നുണ്ട മീൻകറി കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ കറി വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ ദോശയ്ക്കായാലും അപ്പത്തിനായാലും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ആയാലും നമുക്കിത് ഉപയോഗിക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് അടച്ചു വെക്കാം.